നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കും. നമ്മളെല്ലാവരും ഓൺലൈനിലൂടെ സാധനം വാങ്ങുന്ന ആളുകളാണ്. ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും മൈത്രി ആയാലും അല്ലെങ്കിൽ മീഷോ ആണെങ്കിലും ഏത് ആപ്പിലൂടെയും നമുക്ക് ഓൺലൈനിലൂടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓൺലൈനിലൂടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് റിട്ടേൺ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിന്നത്തെ ഇവിടെയിൽ നമ്മൾ തീർച്ചയായിട്ടും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഒറ്റ കാര്യമാണ്. നിങ്ങളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ആമസോൺ ആപ്പ് എടുക്കുകയാണ്. ആമസോൺ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആമസോണിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏത് സാധനം, മൊബൈലാണെങ്കിൽ മൊബൈൽ, ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പ്, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണെങ്കിൽ അത്, നമുക്ക് ഏത് സാധനം വേണമെങ്കിലും മുകളിൽ സെർച്ച് ചെയ്ത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. നമ്മളൊരു സാധനം പ്രോഡക്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വിലയും അതിൻ്റെ കളറും അതിൻ്റെ ടൈമൊക്കെ നമുക്കിവിടെ കാണാനും സെലക്ട് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ താഴേക്ക് വന്നാൽ നമ്മളൊരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് താഴേക്ക് വന്നാൽ ഇവിടെ ഇങ്ങനൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ആമസോണിനകത്ത് പുതിയൊരു ഫീച്ചറാണ്. ഈ ഫീച്ചർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ റിട്ടേൺ വന്ന സാധനമാണ്. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ പർച്ചേസ് ചെയ്തതിന് ശേഷം റിട്ടേൺ ചെയ്ത സാധനമാണ് ഈ സാധനം. അത് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക. ആ സാധനം ഒരുപാട് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്, അത് റിട്ടേൺ വന്നിട്ടുണ്ട് എന്നിവിടെ ആമസോൺ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് താഴോട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനകത്ത് എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ ആമസോൺ നൽകിയിരിക്കുന്നതെന്ന്. ഇതുപോലെ ഒരുപാട് തവണ റിട്ടേൺ വന്ന സാധനങ്ങൾ, പ്രോഡക്റ്റുകൾ നിങ്ങൾ വാങ്ങാതിരിക്കുക. കാരണം ആ പ്രോഡക്റ്റിന് അത്രമേൽ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അത് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ അത്തരം റിട്ടേൺ ചെയ്യുന്ന ആപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഓൺലൈൻ സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്നാൽ നിങ്ങൾക്ക് സമയവും നഷ്ടമാകില്ല, പണവും നഷ്ടമാകില്ല. കൃത്യസമയത്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും വാങ്ങുന്ന സാധനങ്ങൾ നല്ല പ്രോഡക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.